സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ കാണാത്ത തീരങ്ങൾ. ഡോർ ബെല്ലിൻ്റെ ശബ്ദം വീണ്ടും ചാട്ടവാറടി പോലെ അല്ലിമയുടെ ഉടലിലൂടെ പൊളിഞ്ഞു കയറി. ആ നടുക്കം അവളെ ചിന്താശേഷിയില്ലാത്ത മന്ദതയിൽ നിന്ന് ഉണർത്തി. പീപ്പ് ഹോളിലൂടെ അവൾ നോക്കി. സന്ദീപ് വാതിലിന് നേർക്ക് നോക്കി നിൽക്കുന്നു. വാതിൽ തുറക്കാതെ അവൻ പോവില്ലെന്ന് അവൾക്ക് തീർച്ചപ്പെട്ടു. മനോബലം സംഭരിച്ച് അല്ലിമ ബോൾട്ട് എടുത്ത് വാതിൽ പാതി തുറന്നു പിടിച്ച് സന്ദീപിനെ നോക്കി. എന്താ? അവൾ അപരിചിതനോടെന്ന പോലെ ചോദിച്ചു. എത്രയൊക്കെ ധാർഷ്ട്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സങ്കടം അവളുടെ കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു. താൻ മുമ്പ് കണ്ടിട്ടുള്ള അല്ലിമയല്ല അതെന്ന് സന്ദീപിന് തോന്നി. ഔദത്യം തീരെയില്ല. മനോബലം നഷ്ടപ്പെട്ട് ശാരീരികമായും തളർന്ന് ഒന്ന് ചുരുങ്ങി നിൽക്കുന്ന പോലൊരു രൂപം. അല്ലി! ആർദ്രസ്വരത്തിൽ അവൻ വിളിച്ചു. സോറി, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഐ എം സോറി, റിയലി സോറി. അവൻ അവളുടെ മുൻപിൽ കൈകൂപ്പി ക്ഷമയാചിക്കണമെന്നുണ്ടായിരുന്നു. അതിനു മുന്നേ അലിമ പറഞ്ഞു, എല്ലാം മനസ്സിലായില്ലേ? ഇനി എന്നെ കാണാൻ വരരുത്, എന്നെ ഫോൺ ചെയ്യരുത്. അല്ലി, ഇത് കേൾക്കാനാണോ ഞാൻ വന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും പറയാനില്ല. വാതിലടച്ചോട്ടെ? നോ 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 അല്ലി, പ്ലീസ്. ഞാൻ ഹരിപ്പാടുന്ന് കാർ ഓടിച്ച് വരികയാ, നിന്നെ കാണാൻ വേണ്ടി മാത്രം. നിന്നോട് സംസാരിക്കാൻ, വേറൊന്നിനുമല്ല. ഇവിടിപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാ. എനിക്കറിയാം നീ തനിച്ചേ ഉള്ളൂന്ന്. എന്നെ വീട്ടിലോട്ട് കയറ്റണ്ട. ഈ സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി നിന്ന് സംസാരിക്കാം. സന്ദീപ് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു. ഞാൻ ജയിക്കുന്ന. ഞാൻ നല്ലപോലെ ഉറപ്പിച്ച ബെറ്റ്. പക്ഷേ ഞാൻ തോറ്റുപോയി. ഞാനല്ലേ സോറി പറയേണ്ടത്? സോറി, പ്ലീസ് ഫോർഗീവ് മീ. എല്ലാത്തിനും. ഒരു കാര്യം ഓർത്താൽ മതി, അറിഞ്ഞുകൊണ്ട് പറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞല്ലോ ഞാൻ എന്തൊക്കെയോ മറച്ചു വെച്ചെന്ന്. അതിനല്ലേ അല്ലേ ഞാൻ സോറി പറഞ്ഞത്? സന്ദീപിൻ്റെ കണ്ഠമിടറി. നിനക്കിതൊന്നും അറിയില്ലാന്ന് എന്നോട് ആരും പറഞ്ഞില്ല, പറയരുതെന്നും പറഞ്ഞില്ല. അല്ലിയുടെ അച്ഛൻ തന്നെ ഇവിടെ വന്ന് അങ്ങനെ ഒരു സത്യം വെളിപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ സാരമില്ല, അതെൻ്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്കുമില്ല വിഷമം. ആദ്യം ഒരു ഷോക്കുണ്ടായി. ഇടിമിന്നലേറ്റെന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതെന്താണെന്ന് മനസ്സിലായി. എന്നാലും സാരമില്ല. എന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ, ഞാൻ ആരാണെന്നും എന്താണെന്നും. അല്ലി, എനിക്കറിയാം നിനക്ക് ഭയങ്കര വിഷമം ഉണ്ടായിന്ന്. ഞാനാണല്ലോ അതിന് കാരണക്കാരൻ. അതൊക്കെ ഓർത്തിട്ട് കഴിഞ്ഞ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്താ? ഒന്നുമില്ല. ഇവിടെ ഞങ്ങളുടെ ഭാഗത്താ തെറ്റുപറ്റിയത്. ആരെയും ചതിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയുമില്ല. അവരുടെ മനസ്സിൻ്റെ വലിപ്പം എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും അറിയാം. അവരൊന്നും ഒരിക്കലും ആരെയും ചതിക്കില്ല. എന്നെ സേവ് ചെയ്യാൻ വേണ്ടി ആദ്യം ചിലതൊക്കെ മറച്ചു പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിനും ഞാൻ ക്ഷമ ചോദിക്കുക. അവരോട് ക്ഷമിച്ചേക്കണം. അല്ലി, പ്ലീസ്. നമ്മൾ തമ്മിൽ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിടയിൽ ഇങ്ങനെയൊരു ഫോർമാലിറ്റി ഉണ്ടായിരുന്നോ? ഒരാൾ ഇത്തിരി കുറുമ്പ് കാണിച്ച ചെവിക്ക് പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറയുന്ന പോലല്ലായിരുന്നോ നമ്മൾ? ഞാൻ ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. ആദ്യം പറഞ്ഞ 4 വാക്ക്, കാണാൻ വരരുത്, ഫോണിൽ വിളിക്കരുത്, അത്രയേ ഉള്ളൂ. നീ ഈ പാതി വഴിക്ക് എന്നെ ഇട്ടിട്ട് പോവുകയാണോ അല്ലി? ഞാനല്ലല്ലോ ഉപേക്ഷിച്ചത്, പിന്നെ ഞാനാണോ? ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു സംഗതി എൻ്റെ അടുത്ത് മറച്ചു വച്ചല്ലോ എന്ന് പരാതി പറയുകയല്ലേ ചെയ്തുള്ളൂ. അതുമാത്രമല്ലല്ലോ പ്രോബ്ലം. എന്തിനു വേണ്ടിയാണ് ഈ വഴക്കൊക്കെ ഉണ്ടായത്? അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇല്ല, എൻ്റെ മനസ്സിലില്ല. എനിക്കിപ്പോഴാണ് നിന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. വേണ്ട, അല്ലിമ തടഞ്ഞു. അതൊക്കെ എന്നോടുള്ള സഹതാപം കൊണ്ടാ. അങ്ങനത്തെ സഹതാപമോ അനുകമ്പയോ കാരുണ്യമോ ഒന്നും എനിക്ക് വേണ്ട. കാര്യം എന്താണെന്നറിയോ? എന്നെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരു പെണ്ണ് ഇന്ന് ഈ ലോകത്ത് വേറെയില്ല. ഞാൻ ആരുമല്ലാഞ്ഞിട്ടും സ്വന്തം മക്കളേക്കാൾ കൂടുതലായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചത്. സന്ദീപേട്ടൻ്റെ അച്ഛനും അമ്മയും സ്വന്തം മകനായതുകൊണ്ടല്ലേ സ്നേഹിക്കുന്നേ? അവരെ എതിർത്തുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആ വീട്ടിൽ ചിലപ്പോൾ സന്ദീപേട്ടന് സ്ഥാനമുണ്ടായെന്ന് വരില്ല. സന്ദീപിന് ഒന്നും പറയാനില്ലായിരുന്നു. അല്ലിമ സത്യത്തോട് അത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നവൻ ആശ്ചര്യപ്പെട്ടു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അവർക്കിഷ്ടമല്ലാഞ്ഞിട്ട് കൂടിയും ഈ കല്യാണത്തിന് അവർ സമ്മതിച്ചു. ആരാ സന്ദീപേട്ട വലുത്? എനിക്കെന്തിൻ്റെ കുറവാ? ഒന്നുമില്ല.
നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതലാ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്നുകൊണ്ടിരിക്കുന്നേ. അല്ലി, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നെ ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സന്ദീപേട്ടൻ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നോട് സ്നേഹവും അനുകമ്പയും ഭയവും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സന്ദീപേട്ടനെ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അവരുടെ സമ്മതം എനിക്കൊരു വിഷയമല്ല. എനിക്കത് പ്രശ്നമാ സന്ദീപേട്ട. അവരെ എല്ലാം എതിർത്തുകൊണ്ട് വേണ്ട. സന്ദീപേട്ടൻ ഒരേ ഒരു മകനല്ലേ? അവരെ ധിഖരിച്ചുകൊണ്ട് സന്ദീപേട്ടൻ വരുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടാവില്ല. ഇത്ര കാലം ഒന്നും അറിയാണ്ട് ഞാൻ അവരെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അവരെനിക്ക് തന്നിടത്തോളം വിലപിടിച്ച സ്നേഹമൊന്നും ഇനി എനിക്ക് കിട്ടാനുമില്ല. അല്ലിമ ഉറച്ച നിലപാടിലാണെന്ന് സന്ദീപിന് മനസ്സിലായി. എന്നോട് അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ടല്ല, എനിക്കിപ്പോഴും സന്ദീപേട്ടനോട് സ്നേഹമുണ്ട്, സങ്കടമുണ്ട്. എന്നാലും ശരി, എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഇനി വിഷമിപ്പിക്കില്ല. അല്ലിമയുടെ സ്വരം സങ്കടത്തിൽ കുതിർന്നു. സന്ദീപ് അങ്ങിങ്ങ് പതറി പതറി നോക്കി. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി. അല്ലി, ഇപ്പോൾ നിന്നെ ഞാൻ ഒന്നിനെ നിർബന്ധിക്കുന്നില്ല. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം നീ മറക്കരുത്, എനിക്കൊരു മനസ്സും വിഷമവും ഒക്കെയുണ്ട്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, അത് സ്വാഭാവികമാണ്. ഞാനത് തിരുത്തി. നീ ഇപ്പോൾ വിധിക്കുന്ന ഈ ശിക്ഷയുണ്ടല്ലോ, അകൽച്ച, അത് ഞാൻ അർഹിക്കുന്നില്ല. അതിന് തക്ക തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. ഇത്ര ദൂരം ഒപ്പം വന്നിട്ട് നിന്നെ വിട്ടിട്ട് പോകാനും ഞാൻ തയ്യാറല്ല. നിന്റെ കൂടെ തന്നെ നിൽക്കും. ഞാൻ ഇനിയും വരും. നമ്മൾ തമ്മിൽ കാണും, സംസാരിക്കും. ഇത്രയും പറഞ്ഞിട്ട് സന്ദീപ് സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റിനപ്പുറം ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. അല്ലിമ അതേ വാതിലിൽ തന്നെ നോക്കി നിൽപ്പുണ്ട്. അവൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു. ഇത് ശരിയാകും, അവൻ തന്നോട് തന്നെ പറഞ്ഞു. റോഡ് മുറിച്ചു കടന്ന് അപ്പുറത്തെ വീട്ടിലെത്തിയപ്പോൾ കിഷോർ ആകാംക്ഷാഭരിതനായി ടെറസിലും വൈഷ്ണവി താഴെ സിറ്റൗട്ടിലും കാത്തു നിൽപ്പുണ്ടായിരുന്നു. സന്ദീപ് വൈഷ്ണവിയെ നോക്കി മന്ദഹസിച്ചു. നിന്നെ വീട്ടിൽ കയറ്റിയില്ല അല്ലേ? അങ്ങനെയല്ല ആൻറ്റി, അല്ലി ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അവൾ അറിയാത്തവനാണോ നീ? വിവാഹ നിശ്ചയത്തിനടുത്ത് വരെ എത്തിയവരല്ലേ നിങ്ങൾ? ആൻറ്റി, നമ്മൾ അങ്ങനൊന്നും നോക്കരുത്. ആ നോട്ടം ശരിയല്ല. കണ്ണ് ശരിയല്ലാത്ത കൊണ്ടല്ല, മനസ്സ്. നമ്മളാണ് അവരെ തള്ളിപ്പറഞ്ഞത്. ജാതകത്തിൻ്റെ പേരിൽ, പിന്നെ അവൾ ഓർഫനാണെന്നറിഞ്ഞതിൻ്റെ പേരിൽ. അതൊക്കെ ശരി. പക്ഷേ നിന്നോട് അവൾക്ക് അങ്ങനെ പെരുമാറാൻ കൊള്ളാമോ? ഛേ! സന്ദീപ് നിരാശയോടെ മുഖം തിരിച്ചു. എനിക്കതിഷ്ടപ്പെട്ടില്ല, വൈഷ്ണവി പറഞ്ഞു. നീ ഇവിടെ വരുമ്പോഴെല്ലാം പാഞ്ഞു വന്നിരുന്നവളാ. നീ എന്തിനാ വന്നതെന്ന് അവൾക്കറിയാഞ്ഞിട്ടാണോ? അവളെ കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രമല്ലേ? ആൻറ്റി, പ്രശ്നം വഷളാക്കരുത്. മുറിവിൽ മരുന്ന് പുരട്ടുന്നതിനു പകരം തീ കോരിയിടുകയാണോ വേണ്ടത്? ഇത് അഭിമാനം പരീക്ഷിക്കാനുള്ള മത്സരമൊന്നുമല്ല. സന്ദീപ് അകത്തേക്ക് കടന്നുപോയി. കിഷോർ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെയെത്തി. അവൻ ചോദിച്ചപ്പോൾ സന്ദീപ് അലിമയുമായുണ്ടായ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. സന്ദുവേട്ടൻ എന്ത് തോന്നി? കിഷോർ തിരക്കി. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല കിച്ചു. എന്നോട് ദേഷ്യവുമില്ല. ആരായാലും തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ അവൾ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. എന്നാലും അങ്ങനെയല്ലായിരുന്നല്ലോ നിങ്ങൾ. കിച്ചു, നമ്മൾ അവരുടെ വസ്ത്രത്തിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് അത് കെടുത്താൻ നോക്കും. മനസ്സിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ടാലും അങ്ങനെ തന്നെയേ ചെയ്യേണ്ടത്. അപ്പോൾ മാറി നിന്നിട്ട് കുറ്റം പറയുകയാണോ വേണ്ടത്? അല്ലിയുടെ ഒരു നിലപാടെന്താ? കിച്ചു, അവൾക്കൊരു ഷോക്ക് കിട്ടി. അവളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊന്നും പെട്ടെന്ന് കാണാത്ത ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ. ഇന്നലെ വരെ അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം അവളുടെ അവകാശമായിരുന്നു. കിട്ടിയില്ലെങ്കിൽ അവൾ പിടിച്ചു വാങ്ങും. ഞങ്ങൾ തമ്മിലുള്ള കല്യാണാലോചന പോലും അവൾ അങ്ങനെ ഉറച്ച നിലപാടെടുത്ത് നേടിയതാ. പക്ഷേ ഇപ്പോൾ അവൾക്കറിയാം, അങ്ങനെ പിടിച്ചു വാങ്ങാനുള്ള അവകാശം അവൾക്കില്ലെന്ന്. കിട്ടുന്നതെല്ലാം ദാനമാണെന്ന്. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനേ പറ്റൂ. അങ്ങോട്ടൊന്നും ചോദിച്ചു വാങ്ങാൻ മനസ്സ് വരില്ല. മാനസികമായ ഒരടിമത്തം സംഭവിച്ചു കഴിഞ്ഞു. അവളുടെ അച്ഛനും അമ്മയും അവളോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ. ഇതുവരെ ഇല്ല. പക്ഷേ ഇനി അവരും സൂക്ഷിക്കണം. ഇത്രയും കാലം അവർക്ക് അവളോട് എന്തും പറയാമായിരുന്നു, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ ഇനി കടുപ്പിച്ചൊരു വാക്ക് പറയാൻ അവർക്കും പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല അല്ലേ? പുറമേന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ
അടിയൊഴുക്കുണ്ട്. ഇല്ലെന്ന് എത്രയൊക്കെ ഭാവിച്ചാലും അവളുടെ മനസ്സിൽ അനാഥയാണെന്നൊരു ബോധം ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇനി മാറ്റാൻ പറ്റില്ല. സന്ധ്യവേട്ടൻ ഇനി എന്ത് ചെയ്യാൻ പോണു? വീട്ടിൽ എന്തായാലും സമ്മതിക്കില്ലല്ലോ. വെറുപ്പിച്ചുകൊണ്ടുള്ള കല്യാണത്തിന് അല്ലി തയ്യാറുമല്ല. എന്നാലും അത് ശരിയല്ല. എൻ്റെ അച്ഛൻ്റെ എതിർപ്പിനൊരു ന്യായീകരണമില്ല കിച്ചു. ഞാനത് അംഗീകരിക്കാനും പോകുന്നില്ല. അല്ലിയും വീട്ടുകാരും റെഡിയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കും. വീട്ടുകാരൊന്നടങ്കം എതിർത്താലും. വീട്ടുകാർ മാത്രമല്ല, നീയും അങ്കിളും ആൻറ്റിയും ഒക്കെ എതിർത്തെന്നിരിക്കട്ടെ. എന്നാലും. കിഷോർ സന്ദീപിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആവില്ലേ? എൻ്റെ സ്നേഹത്തിൻ്റെ വില കെട്ടുപോവില്ലേ? പക്ഷേ അല്ലിയും വീട്ടുകാരും സമ്മതിക്കുന്നില്ലെങ്കിലോ? ഞാൻ അവരോട് സംസാരിക്കും. ഞാൻ അവരുടെ ശത്രു ഒന്നുമല്ല. ജോലിയും ശമ്പളവും അഭിമാനവും മര്യാദയൊക്കെയുള്ള പുരുഷനാ. വൈകുന്നേരം 5:30 മണിയോടെ രാജഗോപാലും ഭാര്യയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. അവർ കാറിൽ നിന്നിറങ്ങിയപ്പോഴേ ബിന്ദാര ഓടിച്ചെന്ന് സ്വകാര്യം പോലെ പറഞ്ഞു, മറ്റേ കക്ഷി വന്നിട്ടുണ്ട്. ആര്? ശ്രീലക്ഷ്മിയുടെ പുരികമുയർന്നു. ജേർണലിസ്റ്റ്. അപ്പുറത്തെ വില്ലയിലെ. ശ്രീലക്ഷ്മിയും രാജഗോപാലും ഒരേപോലെ തലതിരിച്ച് നോക്കി. ശരിയാണ്. സന്ദീപിൻ്റെ കാർ സുധാകരൻ നായരുടെ കോമ്പൗണ്ടിൽ കിടക്കുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും പൊട്ടി വിരിഞ്ഞു. അവർ പരസ്പരം നോക്കി. ഒന്നും പറയാതെ തന്നെ അവർ സംശയങ്ങൾ കൈമാറി. ചോദ്യങ്ങൾ ചോദിച്ചു. നീ ഇപ്പോൾ ഓടി വന്ന് ഞങ്ങളോട് രഹസ്യം പോലെ പറയാൻ എന്താ കാരണം? രാജഗോപാൽ മകളോട് ചോദിച്ചു. കാരണമല്ലേ ഉള്ളൂ. ഇവിടെ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പേരിലല്ലേ കരച്ചിലും പിഴിച്ചിലും. ശരിക്കു പറഞ്ഞ അച്ഛനും അമ്മയും ഹരിപ്പാട്ട് പോയി വന്നപ്പോൾ മുതൽക്ക്. ആ, അത് ശരിയാണ്. രാജഗോപാലിന് സമാധാനമായി. അല്ലിമയുടെ സ്വത്തും വെളിപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് അയാൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ബിന്ദാരയുടെയും വിശാഖിൻ്റെയും കേൾവി എത്താത്തിടത്ത് നിന്നുകൊണ്ട് അതീവ ശ്രദ്ധയോടെയാണ് രാജഗോപാലും ശ്രീലക്ഷ്മിയും ഈ വിഷയം കൈകാര്യം ചെയ്തു പോകുന്നത്. അതൊന്നും അറിയാതെ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ കലമുടച്ചിട്ട് പോകാൻ കഴിയും. നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സന്ദീപ് ഇവിടെ ഉണ്ടായിരുന്നോ? ശ്രീലക്ഷ്മി ചോദിച്ചു. ഇല്ല, പക്ഷേ ചേച്ചി വല്ലാതെ നെർവസ് ആയിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്തു, ബിന്ദാര പറഞ്ഞു. ശ്രീലക്ഷ്മി ഭർത്താവിനെ അർദ്ധഗർഭമായി നോക്കിയിട്ട് അകത്തേക്ക് പോന്നു. അല്പനിമിഷങ്ങൾക്ക് ശേഷം രാജഗോപാലും ബെഡ്റൂമിലെത്തി. അല്ലിമോളെ കണ്ടോ? അയാൾ ചോദിച്ചു. റൂമിലാണെന്ന് തോന്നുന്നു. കണ്ടില്ല. അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കല്ലേ? ഉറപ്പല്ലേ? അതിനു വേണ്ടിയല്ലേ അവൻ വന്നത് തന്നെ? എന്താ ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യാനില്ല. അവളുടെ ഇഷ്ടം. അവർ ഡ്രസ്സ് മാറി കഴിയുമ്പോഴേക്കും അല്ലിമ 2 പേർക്കും ചായയുമായി എത്തി. ശ്രീലക്ഷ്മി അവളെ സൂക്ഷിച്ചു നോക്കി. നിന്നോട് ആര് പറഞ്ഞു ചായ എടുക്കാൻ? ഞാനല്ലേ അത് ചെയ്യാറ്. അമ്മ കുടിച്ചു നോക്ക്. ഞാനിട്ട ചായ നല്ലതാണെന്ന്. നല്ലതായിരിക്കും. ശ്രീലക്ഷ്മി 1 കപ്പ് ചായ എടുത്തു. അല്ലിമ രാജഗോപാലിന് ചായ നൽകി. ശ്രീലക്ഷ്മി 1 കവിൾ കുടിച്ചിറക്കി. കൊള്ളാം, ബെസ്റ്റ്, താങ്ക് യു. സന്ദീപ് വന്നപ്പോൾ നീ ചായ കൊടുത്തായിരുന്നോ? ശ്രീലക്ഷ്മിയുടെ ചോദ്യം ഓർക്കാപ്പുറത്തായിരുന്നു. രാജഗോപാൽ ശാസിക്കുന്ന മട്ടിൽ ശ്രീലക്ഷ്മിയെ നോക്കി. ശ്രീലക്ഷ്മി പോലും പ്രതീക്ഷിച്ചതല്ല തൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം വരുമെന്ന്. അല്ലിമയുടെ മുഖം വാടുന്നത് അവർ കണ്ടു. ഇല്ല, അവൾ പറഞ്ഞു. അതെന്താ? രാജഗോപാൽ ചോദിച്ചു. സിറ്റൗട്ടിൽ നിന്നോണ്ടാ സംസാരിച്ചേ. കയറിയിരിക്കാൻ നീ പറഞ്ഞില്ലേ? ഇല്ല, പറയേണ്ടതല്ലായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കല്ലേ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണെങ്കിൽ എന്താ? സന്ദീപ് സ്ട്രേഞ്ചർ ഒന്നുമല്ലല്ലോ. നിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടോ? അതുകൊണ്ടല്ല അച്ഛാ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളൊരിക്കലും മര്യാദകേട് കാണിക്കരുത്. പിന്നെ നമുക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വരരുതെന്ന്, ഫോണിൽ വിളിക്കരുതെന്ന്. അല്ലിമയുടെ മിഴികളിൽ ഈർപ്പം തളം കെട്ടി. ഛേ, അങ്ങനൊന്നുമല്ല പറയേണ്ടത്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുന്നത് കേൾക്കായി. ശരി, ആരാണെന്ന് നോക്ക്. രാജഗോപാൽ അവളെ പറഞ്ഞയച്ചു. നോക്കാനൊന്നുമില്ല, അവനായിരിക്കും, ശ്രീലക്ഷ്മി പറഞ്ഞു. അല്ലിമ പരിഭ്രാന്തയായി വേഗം തിരിച്ചെത്തി. അപ്പുറത്തെ സുധാകരൻ അങ്കിളും പിന്നെ. അല്ലിമ വിക്കി. നമ്മളിങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. ശ്രീലക്ഷ്മിയും ഭർത്താവിനെ നോക്കി. കയറിയിരിക്കാൻ പറ, ചെല്ല്, രാജഗോപാൽ നിർദ്ദേശിച്ചു. അത് പറഞ്ഞിട്ടാ പോന്നത്. അല്ലിമ മുഖം താഴ്ത്തി. ശരി, നീ റൂമിലോട്ട് പൊക്കോ. അല്ലിമ തിരികെ പോയി. എന്താ പറയാൻ പോകുന്നേ? ശ്രീലക്ഷ്മിയെ ചോദിച്ചു. അവനല്ലേ എല്ലാത്തിനും കാരണം. ആദ്യം പെണ്ണ് ചോദിച്ചു വന്നപ്പോൾ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും വന്നു. അല്ലിമോളുടെ കരിയറിന് തടസ്സമുണ്ടാക്കി.
ഒടുവിൽ ജാതകത്തിൻ്റെ പേര് പറഞ്ഞ് അവളെ തള്ളി. ഇപ്പോൾ അവളുടെ ജന്മരഹസ്യവും പൊട്ടിച്ചു. ഇങ്ങനൊരാളോട് നമ്മൾ എന്താ പറയേണ്ടത്? രാജഗോപാൽ ചോദിച്ചു. അവളെ കൂടുതൽ സങ്കടപ്പെടുത്താതെ നോക്കണം, ശ്രീലക്ഷ്മി പറഞ്ഞു വെച്ചു. അവളെ അവന് വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും സമ്മതിക്കണം. അല്ലാതെ വെറുതെ അവളുടെ കയ്യെ പിടിച്ച് അവൻ്റെ കൂടെ ഇറക്കി വിടാൻ പറ്റില്ല, രാജഗോപാൽ പറഞ്ഞു. അതാ അതിൻ്റെ ശരി. ശ്രീലക്ഷ്മി ഭർത്താവിൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചു. രാജഗോപാൽ ഹാളിലേക്ക് ചെന്നപ്പോൾ സുധാകരൻ നായരും സന്ദീപും എഴുന്നേറ്റു. രാജഗോപാൽ അവരോട് ഇരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഇരുന്നു. സന്ദീപ് ഇവിടെ വന്നിരുന്നുവല്ലേ? രാജഗോപാൽ വെറുതെ ചോദിച്ചു. വന്നു, അല്ലിയെ കണ്ട് സംസാരിച്ചു. അവൾ പറഞ്ഞു സോറി. അവൾ വല്ലാത്ത ടെൻഷനിലായതുകൊണ്ടാണ് കയറിയിരിക്കാൻ പറയാത്തതും ഒരു ചായ പോലും തരാത്തതും എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു ഭയം അവളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അത് മാറാൻ കുറച്ച് സമയമെടുക്കും. മുമ്പ് അവൾ അങ്ങനെയല്ലായിരുന്നു. സുധാകരൻ നായർ അനുകൂല ഭാവത്തിൽ തലയാട്ടി. ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, ഞങ്ങളിപ്പോൾ ചായ കുടിച്ചതേ ഉള്ളൂ. സന്ദീപിന് രാജഗോപാൽ സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടി വന്നതാ. രാജഗോപാൽ സന്ദീപിനെ നോക്കി. പരവശനാണ്, ആകാംക്ഷാഭരിതനുമാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട, മുകളിലോട്ട് പോകാം. ഇവിടെ എൻ്റെ ഇളയ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. കല്യാണാലോചന അലസിപ്പോയതിൻ്റെ ടെൻഷനൊക്കെയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രൈവസി കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം, സുധാകരൻ നായർ പറഞ്ഞു. അതൊന്നും വേണ്ട, മുകളിലൊരു ഗസ്റ്റ് റൂമുണ്ട്. രാജഗോപാൽ രണ്ടുപേരെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിഥി മുറിയിലേക്ക് 3 പേരും കടന്ന ശേഷം രാജഗോപാൽ വാതിലടച്ചു. നമ്മുടെ സംസാരം ആരും ഓവർ ഹിയർ ചെയ്യണ്ട. അവിടെ ഉണ്ടായിരുന്ന സോഫ അയാൾ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ രണ്ടറ്റത്തായി സുധാകരൻ നായരും സന്ദീപും ഇരുന്നു. ഇത് നല്ല കെട്ടുറപ്പിലും ഐക്യത്തിലും പോയിക്കൊണ്ടിരുന്ന കുടുംബമാണ്, രാജഗോപാൽ പറഞ്ഞു. ഇപ്പോൾ അതിനൊരു വിള്ളൽ വീണിട്ടുണ്ട്. പുറമേ ഭാവിക്കുന്നില്ലെങ്കിലും എനിക്ക് കുറച്ച് മനോവിഷമം ഉണ്ട്. എന്നേക്കാൾ എൻ്റെ ഭാര്യയ്ക്കും ഉണ്ട്. മക്കളുണ്ടാകാതിരുന്ന കാലത്ത് ഞങ്ങൾ കൊഞ്ചിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് അല്ലി. എനിക്കറിയാം, ഞാനാണ് ഇതിനെല്ലാം നിമിത്തം, ക്ഷമാപണ സ്വരത്തിൽ സന്ദീപ് പറഞ്ഞു. ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സംഭവിച്ചു പോയില്ലേ? സന്ദീപിൻ്റെ കുഴപ്പമല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. എന്നാൽ സന്ദീപ് ഒരു നിമിത്തമായി എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് മനപ്രയാസം ഉണ്ടാക്കി. സന്ദീപിന് മനസ്സിലായോ എന്തോ? അവളുടെ കോൺഫിഡൻസ് പോയി. ഇനി അവൾ ഒരിക്കലും ഞങ്ങളോട് സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടി പെരുമാറുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ്. അത് മാറ്റിയെടുക്കാം. അവളുടെ ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവരാം. അത് പറ്റും. ഞാൻ അവളുടെ കൂടെ നിന്നാൽ മതി, സന്ദീപ് ആവേശത്തോടെ പറഞ്ഞു. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലിയുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ പോലും പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ അവൾ ഒരു ഓർഫണായിരുന്നെന്ന് തൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അതെനിക്ക് പ്രശ്നമല്ല. അതറിഞ്ഞ ശേഷം എനിക്ക് അവളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഈ ബന്ധം നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കില്ലല്ലോ. അത് പിന്നീട് ശരിയായിക്കോളും. അല്ലിമയുമായുള്ള മാരേജിന് വീട്ടുകാരുടെ സമ്മതം ഞാൻ നോക്കുന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ, സന്ദീപ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇതൊക്കെയൊരു ആവേശമല്ലേ സന്ദീപ്? കുറച്ചു നാൾ മുമ്പ് പരിചയപ്പെട്ട ഒരു പെണ്ണിന് വേണ്ടി അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും കുടുംബവും ഒക്കെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അത് വലിയ സാഹസമല്ലേ? അങ്ങനെ ഒരാളെ എങ്ങനെ വിശ്വസിക്കും? ഞാനല്ലല്ലോ ഉപേക്ഷിക്കുന്നത്, അവർ എന്നെയല്ലേ? സന്ദീപ് തൻ്റെ നിലപാട് ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്നാലും അതിലൊരു പന്തികേടുണ്ട്. സന്ദീപിന് വലിയ നഷ്ടം വരും. മാത്രമല്ല, ഞങ്ങൾ സ്വന്തം മോളെ പോലെ വളർത്തി വലുതാക്കിയിട്ട് അവളെ ഒറ്റപ്പെട്ടു പോയ ഒരാളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കേട്ടതോടെ സന്ദീപ് ഹതാശനായി. എനിക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. അതുപോലെ സന്ദീപ്, അവൾക്ക് ഒരച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുജനങ്ങളുടെയും സ്നേഹവും പരിഗണനയും കിട്ടണം. കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിനുള്ളിലെ പരിരക്ഷ കിട്ടണം. അതുകൊണ്ടാണ് പണ്ട് മുതലേ കാരണവന്മാർ അന്തസ്സും തറവാടിത്തവുമുള്ള കുടുംബം തിരഞ്ഞുപിടിച്ച് സ്വന്തം പെൺമക്കളെ അങ്ങോട്ട് അയക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. സുധാകരൻ നായർ രാജഗോപാലിൻ്റെ വാദഗതിയെ ഖണ്ഡിച്ചു പറഞ്ഞു. ഇപ്പോൾ ഭർത്താവും ഭാര്യയും ജോലിക്കാരായതുകൊണ്ട് കല്യാണം കഴിച്ച് കയറി ചെല്ലുന്ന തറവാടുകളിലല്ല താമസം. ജോലിക്ക് പോകാനുള്ള സൗകര്യം നോക്കി ഫ്ലാറ്റോ വീടോ റെൻറ്റിനെടുത്ത് രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയാണ്. മറ്റു കുടുംബാംഗങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ റോളൊന്നുമില്ല.
എന്നാലും അവർക്ക് ഈയിടെ സ്വന്തം വീട് സന്ദർശിക്കാമല്ലോ. അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ വീട്ടുകാർക്ക് ഇടപെടാൻ പറ്റുമല്ലോ. അവരെ ഉപദേശിക്കാനും നേർവഴി കാട്ടിക്കൊടുക്കാനും വേണ്ടപ്പെട്ടവരുണ്ടാകുമല്ലോ. വീട്ടുകാരോട് പിണങ്ങി ഒറ്റപ്പെട്ടു പോയാൽ അതൊന്നും നടക്കില്ല. പുരുഷന് വലിയ കുഴപ്പം വരില്ല. കാരണം അവനാണല്ലോ ക്യാപ്റ്റൻ. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണ് വില കൂടുതൽ. പെണ്ണിന് അങ്ങനെയല്ല, ബന്ധുജനങ്ങളാണ് തുണ. അത് കിട്ടിയില്ലെങ്കിൽ അവൾ തനിച്ചായി പോകും. വീട്ടുകാരുമായി പിണങ്ങി നടത്തുന്ന പ്രേമവിവാഹങ്ങളാണ് മിക്കപ്പോഴും പരാജയത്തിൽ കലാശിക്കുന്നതും. രാജഗോപാൽ സമർത്ഥിച്ചു. അല്ലിയുടെ അച്ഛൻ തന്നെ പറയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരിടിവും തട്ടിയിട്ടില്ല. അതങ്ങനെ തന്നെയുണ്ട്, സന്ദീപ് ചോദിച്ചു. അതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ സന്ദീപ്, നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിൽ മാത്രമേ കല്യാണം നടക്കൂ. അവൾക്ക് ഒരനാഥത്വം തോന്നരുതല്ലോ. ഇവിടെ അവൾക്ക് ഞങ്ങളുള്ളതുപോലെ അവിടെയും ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. രാജഗോപാൽ സ്പഷ്ടമായി പറഞ്ഞു. അല്ലിയുടെ അഭിപ്രായമാണോ ഇത്? സന്ദീപ് ചോദിച്ചു. അവളുടെ അഭിപ്രായം എന്തായാലും ഇതിങ്ങനെയേ നടക്കൂ. ചുരുക്കത്തിൽ സന്ദുവിൻ്റെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഈ വിവാഹം നടത്താൻ പറ്റില്ല, സുധാകരൻ നായർ ചോദിച്ചു. ഇല്ല, രാജഗോപാൽ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. സന്ദീപിൻ്റെ മുഖം താണു. സന്ദീപ് ആവേശം മാറ്റിവെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഞങ്ങളുടെ ഡിമാൻഡ് ന്യായമാണെന്ന്. ജാതകവും ഡേറ്റ് ഓഫ് ബർത്തും ഒന്നും വേണ്ട ഞങ്ങൾക്ക്. അവളെ ഞങ്ങൾ ഒരു കുടുംബത്തിലേക്ക് മാത്രമേ അയക്കൂ. അതോടെ സംഭാഷണം വഴിമുട്ടി. അല്പം കഴിഞ്ഞ് സന്ദീപ് ചോദിച്ചു, അല്ലിക്ക് സമ്മതമാണെങ്കിൽ നടക്കില്ലേ? ഞങ്ങളുടെ സമ്മതം ഉണ്ടാവില്ല. സന്ദീപ് വിളിച്ചാൽ അവൾ കൂടെ വരുമെങ്കിൽ കൊണ്ടുപോയിക്കോ. അതിന് ഞങ്ങൾ എതിര് നിൽക്കില്ല, രാജഗോപാൽ പറഞ്ഞു. എന്തിനാ നമ്മൾ അതിര് കടന്ന് സംസാരിക്കുന്നേ? അതൊന്നും വേണ്ട, സുധാകരൻ നായർ പറഞ്ഞു. നിങ്ങൾ മുതിർന്നവരുടെ കടുംപിടുത്തം കാരണം നേറുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ മനസ്സാണെന്ന് കൂടി ഓർക്കണം, സന്ദീപ് ഓർമ്മിപ്പിച്ചു. സന്ദീപ്, വീട്ടുകാരുടെ സമ്മതം വാങ്ങിച്ചോണ്ട് വരൂ, ഞങ്ങൾ റെഡി. രാജഗോപാൽ എഴുന്നേറ്റു. അയാളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്പം മാറി നിന്ന് സ്വരം താഴ്ത്തി അയാൾ ആരോടോ സംസാരിച്ചു. നമുക്ക് പോകാം, സുധാകരൻ നായർ സന്ദീപിനോട് പറഞ്ഞു. വാതിലിൽ ആരോ മൃദുവായി തട്ടുന്നുണ്ടായിരുന്നു. രാജഗോപാൽ ചെന്ന് വാതിൽ തുറന്നു. ചായ ട്രേയുമായി അല്ലിമ. അവൾ അതുമായി അകത്തേക്ക് വന്നു. രാജഗോപാൽ ഫോൺ ചെയ്തുകൊണ്ട് മുറി വിട്ടിറങ്ങി. സുധാകരൻ നായർക്കും സന്ദീപിനും ചായക്കപ്പുകൾ എടുത്തു കൊടുത്തു. സോറി സന്ദീപേട്ടാ, എൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാ ഞാനപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറിയത്. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ മര്യാദക്കേട് കാണിച്ചെന്ന് അല്ലിമ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, സന്ദീപിന് ആശ്വാസമായി. ഇപ്പോൾ ഇവിടല്ലേ പ്രശ്നം? എൻ്റെ വീട്ടുകാർ സമ്മതിക്കാതെ മാരേജ് നടത്താൻ പറ്റില്ലെന്ന അല്ലിയുടെ അച്ഛൻ്റെ നിലപാട്. അച്ഛൻ അത്രയല്ലേ പറഞ്ഞുള്ളൂ, അത് ശരിയല്ലേ? അല്ലിമ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് കുടുങ്ങി. സന്ദീപ് ദീർഘശ്വാസം എടുത്തു. ചായ കുടിക്ക്. അല്ലിമ വാതിൽക്കലേക്ക് മാറി നിന്നു. സന്ദീപ് അവളെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് ചായ കുടിച്ചു. അവൾ അരികിലുള്ളപ്പോൾ എല്ലാറ്റിനും പരിഹാരം എളുപ്പമാണെന്ന് അവന് തോന്നി. രാജഗോപാൽ ഫോൺ ചെയ്ത് കഴിഞ്ഞ് മുറിക്കുള്ളിലേക്ക് വന്നു. എന്ത് തീരുമാനിച്ചു? അയാൾ സന്ദീപിനോട് ചോദിച്ചു. സന്ദീപിൻ്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് കരുതുകയേ വേണ്ട, സുധാകരൻ നായർ പറഞ്ഞു. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അല്ലിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയാൽ മതി, സന്ദീപ് പറഞ്ഞു. പോരല്ലോ, അവളുടെ അച്ഛനും അമ്മയും ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്നൊക്കെ അറിയണ്ടേ? രാജഗോപാൽ ചോദിച്ചു. സന്ദീപ് ചായ കുടിച്ചിട്ട് കപ്പും സോസറും ടീപ്പോയിന്മേൽ വെച്ചു. ഞാൻ എന്തായാലും പിന്നോട്ടില്ല. എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകും. അതിനിടയ്ക്ക് നിങ്ങൾ വാതിലടിച്ച് കളയരുത്, സന്ദീപ് രാജഗോപാലിനോടായി പറഞ്ഞു. ഞങ്ങൾക്ക് സന്ദീപിനോട് ഒരു ശത്രുതയും ഇല്ല, രാജഗോപാൽ പറഞ്ഞു. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സുധാകരൻ നായർ വാതിൽക്കലേക്ക് നീങ്ങി. അല്ലിമയെ കടന്നു പോകുമ്പോൾ സന്ദീപ് ഒരു നിമിഷം നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നോട് സ്നേഹക്കുറവ് ഇല്ല, അല്ലിമ മടി കൂടാതെ പറഞ്ഞു. നമുക്കൊന്നിച്ച് ജീവിക്കാൻ ഞാൻ ചില പരിശ്രമങ്ങളൊക്കെ നടത്തും. എൻ്റെ കൂടെ നിൽക്കണം, ചാടി പോരണമെന്നല്ല. അല്ലിമ അവൻ്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ തലയാട്ടി. സന്ദീപ് മുറി വിട്ടിറങ്ങി. പുറകെ സുധാകരൻ നായരും. രാജഗോപാൽ സിറ്റൗട്ട് വരെ അവരെ അനുഗമിച്ചു. പുറത്ത് സന്ധ്യ ഇരുണ്ട് കഴിഞ്ഞു. വരട്ടെ,
രാജഗോപാലിനോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും ഗേറ്റിന് നേർക്ക് നടന്നുപോയി. ഗേറ്റ് കടന്ന ശേഷം സന്ദീപ് തിരിഞ്ഞു നോക്കി. അല്ലിമ ബാൽക്കണിയിൽ നോക്കി നിൽക്കുന്നത് കണ്ടു. സുധാകരൻ നായരും സന്ദീപും വീട്ടിൽ തിരിച്ചെത്തി. വൈഷ്ണവി ഉദ്യോഗഭരിതയായി. വിവരങ്ങൾ തിരക്കി. മുന്നോട്ട് പോകാൻ വഴിയില്ല. സുധാകരൻ നായർ പറഞ്ഞു, ഹരിപ്പാടിന് സമ്മതം കിട്ടിയാലേ എന്തെങ്കിലും നടക്കൂ. അത് കിട്ടില്ലെന്ന് തീർച്ചയല്ലേ? അല്ലാതെ അവർക്ക് സന്തുവേട്ടനോട് പേഴ്സണലായിട്ട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? കിഷോർ തിരക്കി. അങ്ങനെയൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും അല്ലിമയുടെ താല്പര്യം കൂടി അവർ നോക്കും. സുധാകരൻ നായർ പറഞ്ഞു. സന്ധ്യ വിളിച്ചാൽ അവൾ കൂടെ വരുമെന്നോ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നോ പ്രതീക്ഷിക്കണ്ട. വൈഷ്ണവി അതും ആരാഞ്ഞു. ഇല്ല, അവരെ ധിക്കരിച്ച് അവൾ ഒന്നും ചെയ്യില്ല. അവരോട് അങ്ങനെ ചെയ്യാനും പാടില്ല, സന്ദീപ് പറഞ്ഞു. എന്ത് ചെയ്യും നീ സന്തു? വൈഷ്ണവി ചോദിച്ചു. ആലോചിക്കണം, അവൻ പറഞ്ഞു. അച്ഛനെ എങ്ങനെയെങ്കിലും പൊരുത്തപ്പെടുത്താൻ പറ്റുമോ? അച്ഛൻ്റെ കാല് പിടിക്കാനൊന്നും ഞാനില്ല, സന്ദീപ് പറഞ്ഞു. രാത്രി അവൻ അല്ലിമയെ ഫോണിൽ വിളിച്ചു. അവൾ ഫോൺ എടുക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ മറുവശത്ത് ഹലോ കേട്ടപ്പോൾ ഹൃദയം ഒന്ന് തുടിച്ചു തുള്ളിയതുപോലെ തോന്നി. ഹായ് അല്ലി, സോറി കേട്ടോ, വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടും വിളിച്ചതിന്. എനിക്ക് നിന്നെ വിളിക്കാതെ പറ്റില്ല. നിന്റെ സ്വരം കേട്ടില്ലെങ്കിൽ സമാധാനമാവില്ല. ഞാനാണ് സോറി പറയേണ്ടത്. ഞാനല്ലേ വിളിക്കരുതെന്നും വരരുതെന്നും വിളിക്കിയത്. എനിക്ക് അത്രയ്ക്ക് സങ്കടവും ടെൻഷനും ഉണ്ടായിട്ടാണ് കേട്ടോ. എന്നോട് ക്ഷമിക്കണേ. എനിക്കതൊക്കെ മനസ്സിലാകുമല്ലേ. നീ വിഷമിക്കരുതെന്ന് പറയാനാണ് വിളിച്ചത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിനും പെരുമാറിയതിനും സോറി. എൻ്റെ കൂടെ നിൽക്കൂ. എൻ്റെ മനസ്സിൻ്റെ കൂടെ. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ ഒരപേക്ഷ. ഓക്കെ? എനിക്ക് അവരോട് മതിപ്പ് കൂടിയിട്ടേ ഉള്ളൂ. നിന്നെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യും സന്തുവേട്ട? ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പറയട്ടെ? പറയ്. ഞാൻ അറിയേണ്ടതല്ലേ? നിന്റെ ശരിക്കുള്ള അച്ഛനെയും അമ്മയെയും കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല, ഇതുപോലും ഞാൻ കഴിഞ്ഞ ദിവസമല്ലേ അറിഞ്ഞത്. അവരോട് ചോദിക്കാമായിരുന്നില്ലേ നിന്നെ അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്? മറുവശത്ത് മൗനം. എന്താ മിണ്ടാത്തത്? വേണ്ട. അതെന്താ? എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവരെ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നേ? എന്നാലും ആരായിരുന്നു സ്വന്തം അമ്മ, ആരായിരുന്നു അച്ഛൻ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇല്ല, എനിക്കവരെ അറിയണ്ട. അവർ ആരായാലും എന്നെ ഉപേക്ഷിച്ചവരല്ലേ. എന്നെ ഏറ്റെടുത്ത് സ്വന്തം പോലെ കരുതി വളർത്തിയവരുടെ മുന്നിൽ അവർ ആരുമല്ല. അവരെൻ്റെ മുന്നിൽ വന്നാലും എനിക്ക് കാണണ്ട. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽ കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും ഇല്ല അവർക്ക്. അല്ലേ? പക്ഷേ ഞാൻ അവരെ അന്വേഷിക്കും. നീ അതിന് തടസ്സം നിൽക്കരുത്. സന്തുവേട്ടൻ എന്തിനാ അവരെ അന്വേഷിക്കുന്നത്? എനിക്ക് നിന്നെ വേണം, അല്ലാതെ വേറെ മാർഗമില്ല. സന്തുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? ശരിക്കും നിന്റെ മാതാപിതാക്കൾ ആരാണെന്നറിയണം. ആ കൂട്ടത്തിൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കിട്ടണം. അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ? അതെ. എന്നിട്ടും അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ മറ്റൊരു മതമോ ജാതിയോ ആണെങ്കിലോ, ഞാൻ ഏതെങ്കിലും തെരുവ് തെണ്ടികൾക്ക് പിറന്നവളാണെങ്കിലോ അച്ഛൻ സമ്മതിക്കൂ? അല്ലി, എനിക്ക് ഞാൻ ആരാണെന്ന് അറിയണ്ട സന്തുവേട്ട. എനിക്ക് ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നാൽ മതി. അല്ലി, നീ ഭയപ്പെടുന്ന പോലെ തീരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജനിച്ചവളായിരിക്കില്ല നീ. ഏതെങ്കിലും തെരുവ് തെണ്ടിയോ വേശ്യയോ വേണ്ടാതെ വലിച്ചെറിഞ്ഞവളായിരിക്കില്ല നീ. അങ്ങനെയുണ്ടായ ഒരു കുഞ്ഞിന് നീയായി വളർന്നു വരാൻ സാധ്യമല്ല. നിന്റെ ജനനത്തിന് പിന്നിൽ തീർച്ചയായും ഒരു സ്റ്റോറി ഉണ്ടാകും. ഞാനോ നീയോ കരുതുന്ന പോലെ ആയിരിക്കില്ല അത്. മറുവശത്ത് വീണ്ടും മൗനം. ഞാൻ എന്തായാലും അത് അന്വേഷിക്കും, കണ്ടുപിടിക്കും. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. നിനക്കതിൽ താല്പര്യമില്ലെങ്കിൽ പോലും എന്നെ നിരുത്സാഹപ്പെടുത്തരുത്. ഇത് നിനക്ക് വേണ്ടിയാണ്, എനിക്കും കൂടി വേണ്ടിയാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ നാളെ പറയാം. ഇപ്പോൾ വെക്കട്ടെ? കിച്ചുവുമുണ്ട് എൻ്റെ അടുത്ത്. ശരി, വെച്ചോ സന്തുവേട്ട. നീ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഞാൻ എന്തൊക്കെ കണ്ടുപിടിച്ചാലും നിന്റെ അച്ഛനമ്മമാർ തന്നെയാണ് വലിയവർ. അതിനൊരു മാറ്റവും വരില്ല. വെക്കട്ടെ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സന്ദീപ് കോൾ കട്ട് ചെയ്തിട്ട് ദീർഘനിശ്വാസം മുതിർത്തു. കാതോർത്തിരുന്ന കിഷോർ ചോദിച്ചു, നടക്കുന്ന കാര്യമാണോ സന്തുവേട്ട? എടാ, ഞാനൊരു പത്രപ്രവർത്തകനാ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. എന്നാലും 10-22 വർഷം മുമ്പത്തെ ചരിത്രം എങ്ങനെ ചികഞ്ഞെടുക്കും? അത് എവിടെ നിന്ന്? ഒന്നും അറിയില്ല. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. തലയ്ക്ക് പിന്നിൽ കൈകോർത്ത് സന്ദീപ് ചിന്താധീനനായി കിടന്നു.
രാവിലെ പുഴയ്ക്ക് സമാന്തരമായുള്ള നടപ്പാതയിൽ സന്ദീപും നടക്കാനിറങ്ങി. അലിമയും രാജഗോപാലും മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടു കൂട്ടരും പരസ്പരം കണ്ടു. മന്ദഹാസങ്ങൾ കൈമാറി. ഇടയ്ക്ക് തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ സന്ദീപ് രാജഗോപാലിനോട് പറഞ്ഞു, ലാസ്റ്റ് ലാപ്പ് കഴിയുമ്പോൾ ഒരിത്തിരി സമയം തരണം. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ. വീട്ടിലോട്ട് വന്നാൽ എല്ലാവർക്കും ശല്യമാകും. രാജഗോപാൽ ഓക്കെ പറഞ്ഞു. അവസാനത്തെ ലാപ്പ് കഴിഞ്ഞപ്പോൾ രാജഗോപാൽ അല്ലിമയോട് പൊയ്ക്കൊള്ളാൻ ആംഗ്യം കാട്ടി. അല്ലിമ അച്ഛനെയും സന്ദീപിനെയും മാറി മാറി നോക്കി സംശയിച്ച് 2 നിമിഷം നിന്നു. പിന്നെ വീടിന് നേർക്ക് നടന്നുപോയി. രാജഗോപാലും സന്ദീപും പുഴക്കരയിലെ മരച്ചുവട്ടിലേക്ക് നീങ്ങി. കരയിലെമ്പാടും വേരുകൾ പാഞ്ഞ് പുഴയിലേക്ക് ചാഞ്ഞു നിന്ന മരത്തിൽ നിന്ന് പക്ഷികൾ പറന്നുപോയി. എന്താ പറയാനുള്ളത്? രാജഗോപാൽ ചോദിച്ചു. ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് സാധ്യമാകണമെങ്കിൽ എനിക്ക് അങ്കിളിൻ്റെ ഹെൽപ്പ് വേണം. കാര്യം പറയൂ. എനിക്ക് അല്ലിയുടെ ജന്മരഹസ്യം കണ്ടുപിടിക്കണം. അവളുടെ അച്ഛനും അമ്മയും ആരെന്നറിയണം. എന്താണ് ഉദ്ദേശം? നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഇതെൻ്റെ ഒരു ചാലഞ്ചാണ്. വലിയ റിസ്ക് ഉണ്ടെന്നറിയാം. എനിക്ക് ബിഗിനിങ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മനസ്സിലായില്ല? അല്ലിമയെ എങ്ങനെയാണ് കിട്ടിയത്? എവിടെ നിന്നാണ്? ഏത് വർഷമാണ്? രാജഗോപാൽ ചുണ്ടുകൂട്ടി. നിന്റെ ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലായി. പക്ഷെ സന്ദീപ്, നിനക്ക് ഒരിടത്തും എത്തിച്ചേരാൻ പറ്റില്ല. ഞാൻ ഉറപ്പു തരാം, നിങ്ങൾക്കൊരു ദോഷവും വരില്ല. അല്ലിമയുടെ മുൻപിൽ നിങ്ങൾ ഒരിക്കലും ചെറുതായി പോവില്ല. അത് നിന്നേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്കറിയാം. രാജഗോപാൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഞങ്ങൾ അവളെ അങ്ങനെയാണ് വളർത്തിയത്. എന്നെ സഹായിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. എന്തൊക്കെയാണ് അറിയേണ്ടത്? ചോദിച്ചോ. അല്ലിയെ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്? പറയാം. രാജഗോപാൽ പുഴവക്കിലേക്ക് അല്പം കൂടി നീങ്ങി. ചാഞ്ഞു കിടന്ന ഒരു ചില്ലയിൽ നിന്ന് ഇല പിച്ചിയെടുത്തു. അത് വെള്ളത്തിലേക്കിട്ടു. അടുത്ത ഭാഗം നാളെ.